ഫ്യൂരിയോസ. മാഡ് മാക്സ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. റിലീസിന് കാണാൻ പോകാൻ പറ്റിയ ടർബോ റിലീസ് ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് ഞാൻ പത്തനംതിട്ടയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് പത്തനംതിട്ടയിൽ സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ 12 പേരില്ലാതെ സിനിമയില്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഇന്നാണ് കാണാൻ പറ്റിയത്. ഇന്ന് ചെന്നപ്പോൾ തന്നെ ആദ്യമേ സിനിമ ഇടുമോ, ഷോ ഇടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം 12 പേരില്ലായിരുന്നു. പിന്നെ എന്തായാലും 12 പേര് വന്നതുകൊണ്ട് ആ ഒരു ഷോ ഇട്ടു. ഈ ഒരു സിനിമ ഒരു പ്രീക്വലാണ് എന്നറിയാം, ഫ്യൂരിയോസയുടെ കഥയാണ് എന്നറിയാം. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാഡ് മാക്സ് കാണാനായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് സ്റ്റോറി ആണെന്നോ അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഡ് മാക്സിൽ എന്താണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്, അത് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഉള്ള ഒരു ഇതുമായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ ഒരു ഡിഫറൻ്റാണ്, മേക്കിംഗ് അല്ല സ്റ്റോറി മറ്റേ എപ്പിക് സാധനമാണ്. എന്താണോ മാഡ് മാക്സിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് അതും അതിനോടൊപ്പം അതിന് മുകളിൽ നിൽക്കുന്ന സാധനം തന്നെയാണ് ഫ്യൂരിയോസിലും ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി പോകുന്നത് ഭയങ്കര രീതിയിൽ സ്റ്റോറി ഒരു ടൈം ലൈനിലല്ല നടക്കുന്നത്. കാരണം മാഡ് മാക്സ് എന്ന് പറയുന്നത് ഫ്യൂരിയോസ 5 വൈഫ്സിനെ കൊണ്ട് പോകുന്നു. അവിടെ മാക്സ് വരുന്നു. പിന്നെ അവർ ആ ഒരു ഗ്രീൻ ലാൻഡിലേക്ക് പോകുന്ന സാധനമാണ്. അത് ഒരേ സ്ട്രീമിൽ ഒരേ ലൈനിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇതങ്ങനല്ല. ഇത് ഫ്യൂരിയോസെ അബാൻഡൻ ചെയ്തുകൊണ്ട് വരുന്നത്, ഫ്യൂരിയോസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫ്യൂരിയോസ് ആവുന്നത്, ആ ഒരു സാധനം ആ ഒരു യങ്ങർ സ്റ്റേജിൽ നിന്ന് ഇപ്പോഴത്തെ ഫ്യൂരിയോസ് വരെ കാണിക്കണം. അപ്പോൾ അത്രയും ടൈം ലൈനുകൾ കാണിക്കണം എന്നുള്ള സാധനമുണ്ട്. ഇത് 5 ചാപ്റ്ററായിട്ടാണ് ഈ ഒരു സിനിമ കാണിച്ചു വയ്ക്കുന്നത്. അതായത് നമ്മൾ നോവലൊക്കെ വായിക്കുന്നതിന് മുമ്പ് ചാപ്റ്റർ വൈസ് ഇല്ല, അങ്ങനെ 5 ചാപ്റ്ററായിട്ടാണ് ഈ ഒരു സിനിമയെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഗ്രീൻലാൻഡാണ് കാണിക്കുന്നത്. ഗ്രീൻലാൻഡിലെ ആ ഒരു ഫ്യൂരിയോസെ കാണിക്കുന്നു. ഫ്യൂരിയോസെ അവിടുന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ഡെമൻഡസിൻ്റെ ആളുകൾ തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഫ്യൂരിയോസെ ഡെമൻഡസിൻ്റെ അവിടെ ചെല്ലുന്നു. അവിടുന്ന് എങ്ങനെയാണ് ഇമ്മോർട്ടൽ ജോയുടെ അവിടെ ചെല്ലുന്നത്, ഇമ്മോർട്ടൽ ജോയുടെ അവിടെ ഒരു വൈഫായിട്ട് ചെല്ലുന്ന ഫ്യൂരിയോസെ എങ്ങനെ ഇപ്പോഴത്തെ ഫ്യൂരിയോസെ ആകുന്നു എന്നുള്ളൊരു സ്റ്റോറിയുണ്ട്. ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെമൻഡസിനെയാണ്. നമ്മൾ ഇതുവരെ ക്രിസ് ഹെംസ്വർത്തിൻ്റെ ഇങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് വില്ലൻ റോളാണ്, നെഗറ്റീവ് റോളാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പുള്ളി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ ഡെമൻഡസ് എന്താണോ എങ്ങനെയാണോ അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇമ്മോർട്ടൽ ജോ പഴയ നമ്മുടെ ഇമ്മോർട്ടൽ ജോ തന്നെയാണ്. ഇമ്മോർട്ടൽ ജോയും മറ്റേ റിച്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മകനും കൂടെ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് എന്ത് പറ്റും ഇതിനകത്ത് കാണിക്കുന്നില്ല, അല്ലേ മാഡ് മാക്സിൽ കാണിക്കുന്നില്ലല്ലോ. അപ്പം അതായത് ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ട് പോകുന്നു നമ്മുടെ ഫ്യൂരിയോസെ. ഒരാവശ്യമില്ലാതെ ഫ്യൂരിയോസെ വള്ളി പിടിക്കുന്നതാണ് പോയിട്ട്. അവന്മാർ വഴിയെ പോകുന്നതായിരുന്നു. അവന്മാരുടെ പോയി ഏണി പിടിച്ച് ഫ്യൂരിയോസെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. ഫ്യൂരിയോസയുടെ അമ്മയും പുറകെ പോകുന്നു. ആസ് യൂഷ്വൽ അമ്മയെ കൊന്നു എന്നുള്ളത് മറ്റേ മാഡ് മാക്സിനത് പറയുന്നുണ്ട്. മറ്റേ മിനി മദേഴ്സിൻ്റെ അവിടെ അല്ല ഗ്രീൻലാൻഡിൻ്റെ അവിടെ ചെല്ലുന്ന സമയത്ത് പറയുന്നല്ല, അമ്മ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഡെമൻഡസ് കൊണ്ടുപോകുന്നുണ്ട് ഫ്യൂരിയോസെ. ഡെമൻഡസിൻ്റെ ഒരു സ്ലേവായിട്ടോ അല്ലെങ്കിൽ മകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഡെമൻഡസ് ഒരു വലിയ ബൈക്കർ ഗ്യാങ്ങിൻ്റെ ഹെഡാണ്. പുള്ളി അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് സിറ്റാഡൽ കണ്ടുപിടിക്കുന്ന സമയത്ത് അപ്പോൾ സിറ്റാഡലിൽ ചെന്നിട്ട് നമ്മുടെ ഇമ്മോർട്ടൽ ജോയെ കീഴടക്കി അവിടെ സിറ്റാഡൽ സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴാണ് പുള്ളി ഗ്യാസ് ടൗണിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഗ്യാസ് ടൗണ് പോയി ഫൈറ്റ് ചെയ്ത് ഗ്യാസ് ടൗണിങ് സ്വന്തമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മോർട്ടൽ ജോയോട് വന്നിട്ട് മറ്റേ നെഗോഷിയേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഗ്യാസ് ടൗൺ നശിപ്പിക്കുന്നു പറഞ്ഞിട്ട്. അപ്പം ഇമ്മോർട്ടൽ ചോദിക്കുന്നു ആ പെങ്കുച്ച അതാണ്, അതിനെനിക്ക് എരുവെന്ന് ചോദിക്കുന്നു. തരത്തില്ല മോളാന്നൊക്കെ പറയുന്നു. അവസാനം കൊടുത്തിട്ട് പോകുന്നു. അവിടുന്ന് വൈഫായിട്ടാണ് കൊണ്ടുപോകുന്നത് കൊച്ചു നമ്മുടെ ഫ്യൂരിയോസെ. അവിടുന്ന് ഫ്യൂരിയോസ് രക്ഷപ്പെട്ടിട്ട് മറ്റേ ഡോഗ്മാൻ അതാവുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രൈവറാവുന്നു. മറ്റേ വാർറിഗിൻ്റെ ഡ്രൈവറാവുന്നു. ജാക്ക് എന്ന് പറയുന്ന ഒരു വാർറിഗിൻ്റെ ഡ്രൈവറെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ തമ്മിലുള്ളൊരു സാധനം വരുന്നതും പിന്നെ അവസാനം വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഡെമൻഡസ് ചെന്നിട്ട് മറ്റേ ബുള്ളറ്റ് ഫാമൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൈ പോകുന്നതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫ്യൂരിയോസയുടെ കൈ പോകുന്നത് ആ സാധനം കാണിക്കുന്നു. ഇത് കുറേ ടൈം ലൈൻ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ക്ലൈമാക്സിൽ തന്നെ ഒരു 40 ദിവസം എന്തോ നിൽക്കുന്ന ഒരു വലിയ ഫൈറ്റ് ഉണ്ട്. അത് ഫൈറ്റ് കാണിച്ചിട്ടേ ഇല്ല. ഫൈറ്റ് ജസ്റ്റ് ഇങ്ങനെ പോകുന്നതായിട്ട് ടൈം ലൈൻ പോകുന്നതായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതായത് ഫ്യൂരിയോസൊക്കെ ആ ഫൈറ്റിൽ വലിയ റോളില്ല എന്നുള്ളതാണ്. ഈ ഒരു 40 ദിവസം നിൽക്കുന്ന വാറിനകത്ത് ഫ്യൂരിയോസെ അവസാനമാണ് വരുന്നത്. ഫ്യൂരിയോസെ എന്നിട്ട് ഡെമൻഡസിനെ കൊല്ലണമല്ലോ. അങ്ങനെ പോകുന്നു.
ഡെമൻഡസിനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നുള്ള കിഡിലാണ് അവിടെ കൊല്ലുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഡെമൻഡസിനെ കൊല്ലുന്നത്. അങ്ങനെ ഡെമൻഡസിനെ കൊല്ലുന്നു. അതാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു മാഡ് മാക്സുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ മാഡ് മാക്സ് കുറച്ചും കൂടെ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് സ്റ്റോറി പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാറിലേക്ക് അവർ പോകുന്നത് എങ്ങനെ ഗ്രീൻലാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഭയങ്കര ഫൈറ്റ്. അതായത് അവിടെ ഗ്യാസ് സ്റ്റോണിൽ നിന്ന് ആൾ വരുന്നുണ്ട്, ബുള്ളറ്റ് ഫാമിൽ നിന്ന് ആൾ വരുന്നുണ്ട്, ഇമ്മോർട്ടൻ ജോ ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മളുടെ ഫ്യൂരിയോസ ഇമ്മോർട്ടൻ ജോയ്ക്കെതിരെയല്ല നിൽക്കുന്നില്ല, ഡെമൻഡസിനെതിരെയാണ്. അപ്പം ആ ഒരു സാധനമായതുകൊണ്ടും ഒരുപാട് വലിയ സ്റ്റോറി ആയതുകൊണ്ടും ടൈം ലൈൻ ഒരുപാടുണ്ടായതുകൊണ്ടും കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ ഇത് മറ്റേ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സ്റ്റോറി അറിയില്ല. അത് ഇപ്പം ഇത് ഫസ്റ്റ് കാണാനായിട്ട് പോവാണ്, ഇപ്പം ഫ്യൂരിയസാണ് നിങ്ങൾ മാഡ് മാക്സ് കാണാതെ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ സ്റ്റോറി അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഇരുന്ന് കാണും. ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്ത് സംഭവിക്കും നമുക്കറിയണം. ഫ്യൂരിയോസയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഫ്യൂരിയോസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫ്യൂരിയോസി ആകുന്നത് എന്നറിയേണ്ട ആ ഒരു ക്യൂരിയോസിറ്റി നമ്മളിത് കാണും. പക്ഷേ മേക്കിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമാണ്. എല്ലാം ഗംഭീരം എന്ന് വെച്ചാൽ എല്ലാം ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ സീനിൽ മാക്സിനെ കാണിക്കുന്നുണ്ട്. ഒരു വൈഡ് ഷോട്ടിൽ ആദ്യം മാക്സ് ഒരു മരണം ഉണ്ടെങ്കിൽ കാണിക്കല്ലോ മാഡ് മാക്സ് തുടങ്ങുന്ന സമയത്ത്. അവിടെ നിൽക്കുന്ന ഒരു ഷോട്ടിൽ മാക്സിനെ കാണിക്കുന്നു. അത് ബാക്ക് ഷോട്ട് കാണിക്കുന്നത്, അത് ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അത് ഫ്യൂരിയോസ് എങ്ങനെ നടന്നു പോകുന്നതും മാക്സ് അവിടെ നിൽക്കുന്നതും ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ആ ഒരൊറ്റ സീനിൽ മാത്രമേ മാക്സ് ഉള്ളൂ. അല്ലാതെ ഫുൾ ഇത് ഫ്യൂരിയോസയുടെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സാധനം പോകുന്നത് വേണമെങ്കിൽ പറയാം. ഫ്യൂരിയോസ ആണല്ലോ മെയിൻ. ഫ്യൂരിയോസയുടെ ഒരു ഒറിജിനൽ സ്റ്റോറി അത് എപ്പിക്കായിട്ട് തന്നെ ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വേസ്റ്റ് ലാൻഡിനെ എല്ലാം ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത് ഈ മാഡ് മാക്സ് എന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള മൊത്തത്തിൽ മാഡ് മാക്സ് ആകെയില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ 5ാമത്തെ സിനിമയാണിത്. അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറി ഓൺ ദ റോഡ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കിയുള്ളത് കാണുകയോ കാണാതിരിക്കുകയോ അതൊക്കെ പഴയ സിനിമകളാണ്, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്യൂരിയോസ് കാണാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാഡ് മാക്സ് കണ്ടിട്ട് പോവുക. അതിൻ്റെ ഒരു പ്രീക്വലാണിത്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ച് മനസ്സിലാവും. അപ്പം ആ ഒരു വേസ്റ്റ് ലാൻഡ് മാഡ് മാക്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗ്യാസ് ടൗൺ ഉണ്ട്, ബുള്ളറ്റ് ഫാം ഉണ്ട്, സിറ്റാഡൽ ഉണ്ടെന്ന് പറയുന്നു. സിറ്റാഡൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനകത്ത്. അപ്പം ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഗ്യാസ് ടൗൺ എന്താണ്, ബുള്ളറ്റ് ഫാം എന്താണ്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് സിറ്റാഡലിൽ നിന്ന് ഫ്രഷ് വാട്ടർ, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതായത് സപ്ലൈസ് കൊടുക്കുന്നു. അവിടെ നിന്ന് ഗ്യാസ് ലൈൻ കൊടുക്കുന്നു, ബുള്ളറ്റ് ഫാമിൽ നിന്ന് ബുള്ളറ്റ്സ് കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്ചേഞ്ച് ആണ് നടന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഡെമൻഡസ് വന്നിട്ട് ചുമ്മാ കളിക്കുന്നു, ഡെമൻഡസ് പണി വാങ്ങിക്കുന്നു. അതാണ് ഡെമൻഡസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഭയങ്കര സ്കേറിയാണോ എന്ന് ചോദിച്ചാൽ സ്കേറിയാണ്. പുള്ളി കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. ഒരു ടെഡി ബിയറിനൊക്കെ പിടിച്ചിട്ട് അത് ഗംഭീരമായിട്ട് ക്രിസ് ഹെംസ്വർത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫ്യൂരിയോസ എന്നുള്ള ക്യാരക്ടറിനെയാണ്. ഫ്യൂരിയോസ എന്നുള്ള ക്യാരക്ടറിൻ്റെ എവല്യൂഷനാണ്. ആ ഒരു ഒറിജിനൽ ക്യാരക്ടറിനെ, ഒറിജിനൽ സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഒരു എപ്പിക് സിനിമയായിട്ട് തന്നെയാണ്. ഒരു നെക്സ്റ്റ് ഓസ്കാറിൽ എന്തായാലും ഒരു 6-7 നോമിനേഷൻസ് പോകും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു സാധനം തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാഡ് മാക്സ് എന്താണോ അതിനപ്പുറമാണ് ഇതിനകത്തും ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും പോയി കാണുക. നിങ്ങൾ ഐമാക്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡിലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നത്.